സാധ്യതയേറെയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഓർമ്മയുള്ള സ്വഹാബികൾ അതാ ഒന്നും രണ്ടും മൂന്നും തവണ പറയുന്നു. പക്ഷേ സർപ്പത്തിന് മാറ്റമില്ല, ഒരു ചാഞ്ചാട്ടവുമില്ല. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് സദസ്സിൽ വെച്ച് ഈ സർപ്പം ഇങ്ങനെ പത്തി വിടർത്തിയിട്ട് മയ്യിത്തിന്റെ നെറ്റിയിൽ കൊത്തുന്നു, കഴുത്ത് വരിഞ്ഞ് മുറുക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അമ്പരന്ന് നിൽക്കുന്നു. ഈന്തപ്പന മട്ടലും മറ്റും കൊണ്ടുവന്നിട്ട് ഈ സർപ്പത്തെ തല്ലിക്കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. തീരുമാനമെടുത്ത് തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഓ മുസ്ലിമീങ്ങളെ, ഈന്തപ്പന സംസാരിച്ചത് പരിചയമുള്ള മുസ്ലിമീങ്ങൾ, ഇത് കണ്ടും കേട്ടും പരിചയമുള്ള സ്വഹാബത്ത്, ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടു പരിചയമുള്ള സ്വഹാബത്ത്, മാൻപേടെ സങ്കടം പറഞ്ഞ് നേരിട്ട് കേട്ട സ്വഹാബത്ത്, ഈന്തപ്പന മുട്ടി പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞത് കേട്ടതും അനുഭവിച്ചതുമായ സ്വഹാബത്ത്, സർപ്പം സംസാരിച്ചപ്പോൾ അത്ഭുതം വന്നില്ല. ഈ സർപ്പം ഇങ്ങനെ പത്തി വിടർത്തിയിട്ട് പറയുന്നു, സ്വഹാബാ, മുത്തുനബി വഫാത്തായിട്ട് 10 ആണ്ട് തികഞ്ഞില്ലല്ലോ, അവിടുന്ന് പഠിപ്പിച്ചത് മറന്നുപോയോ? നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ മറന്നുപോയോ? ഇല്ല ഇല്ല, ഞാൻ പുറത്തുനിന്ന് വന്നതല്ല, ഞാൻ പുറത്തു പോവുകയില്ല, ഈ മയ്യിത്തിന്റെ കൂടെ പിറപ്പാ, ഇവന്റെ പ്രവർത്തനങ്ങളാ. ആഖിർ സമാനിലെ മക്കളെ, മുസ്ലിം ചെറുപ്പക്കാരറിയണം, മുസ്ലിം സഹോദരന്മാരറിയണം, മുസ്ലിം സഹോദരിമാരറിയണം. കള്ളു കുടിച്ചാൽ എന്ത് വരാന്, ഹാൻസും പാൻപരാഗും ഉപയോഗിച്ചാൽ എന്ത് വരാന്, സിനിമ കണ്ടാൽ എന്ത് വരാന്, മുടി എങ്ങനെ മുറിച്ചാൽ എന്ത് വരാന്, വയലു കേട്ടില്ലെങ്കിൽ എന്ത് വരാന്, കള്ളു കുടിച്ചാൽ എന്ത് വരാന്, പള്ളിയിൽ ചെന്നില്ലെങ്കിൽ എന്ത് വരാന്, നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് വരാന്, എങ്ങനെ മുണ്ടുടുത്താലെന്താ, എങ്ങനെ പാൻറുടുത്താലെന്താ, എങ്ങനെ ജീവിച്ചാലെന്താ എന്ന് ചോദിക്കുന്നവരില്ലയോ? ധിക്കാരത്തോടുകൂടി നടക്കുന്നവരില്ലയോ? അല്ലാ, പ്രശ്നമില്ല. തങ്ങള് പറഞ്ഞത്, മുത്തുനബി പറഞ്ഞത് മറക്കണ്ട. എന്തും ചെയ്തോ വിരോധമില്ല, കള്ളു കുടിച്ചോ വിരോധമില്ല, പലിശ വാങ്ങിക്കോ വിരോധമില്ല, പലിശ കൊടുത്തോ വിരോധമില്ല, കളവ് പറഞ്ഞോ വിരോധമില്ല, ഏത് കെമിക്കലും ഉപയോഗിച്ചോ വിരോധമില്ല, ഏതിലേക്കും മുടി മുറിച്ചോ വിരോധമില്ല, താടി എങ്ങനെ വേണമെങ്കിലും വെച്ചോ വിരോധമില്ല, എന്ത് തോന്നിവാസവും ചെയ്തോ വിരോധമില്ല. ആരെയും അനുസരിക്കേണ്ടതില്ല, ആരെയും പേടിക്കേണ്ടതില്ല, ആരെയും ഉൾക്കൊള്ളേണ്ടതില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പടച്ചറബിന്റെ ശിക്ഷ എത്ര കണ്ട് ക്ഷമിക്കാനും സഹിക്കാനും നിനക്ക് പറ്റും, അത്ര കണ്ട് ചെയ്തോ. മക്കളെ എങ്ങനെ വളർത്തിക്കോ വിരോധമില്ല, ഏത് രീതിയിലും വളർത്തിക്കോ വിരോധമില്ല. ഏത് സിനിമാ താരങ്ങളോട്, ക്രിക്കറ്റ് താരങ്ങളോട്, ഹോക്കി താരങ്ങളോട്, ഫുട്ബോൾ താരങ്ങളോട് അതേ റോൾ മോഡലുകളായി സ്വീകരിച്ചിട്ട് അവരെ പാന്റും അവരെ ഷർട്ടും അവരെ വേഷവും അവരെ താടിയും അവരെ വീഴ്ചയും ഏത് രൂപത്തിൽ വേണമെങ്കിലും നീ ഫോളോ ചെയ്ത് പ്രവർത്തിച്ച വിരോധമില്ല. റബ്ബിന്റെ ശിക്ഷ എത്ര കണ്ട് സഹിക്കാൻ നിനക്ക് കഴിയും, അതിന്റെ അളവനുസരിച്ച് സർവ്വതും ചെയ്തോ, എന്തും ചെയ്തോ, എങ്ങനെയും ചെയ്തോ, എങ്ങനെയും ജീവിച്ചോ. ഹബീബ് പറഞ്ഞതാ. മുസ്ലിമീങ്ങളെ, ഈ സ്വഹാബത്തിനോട് സർപ്പം പറയുന്നു, മുത്തുനബി പറഞ്ഞിട്ടില്ലേ? അതേ ചില ആളുകളെ കബറി അതേ സത്യത്തെ നിഷേധിച്ചിട്ടുള്ള, സത്യത്തെ ബോധ്യപ്പെടാത്ത, സത്യം മനസ്സിലായിട്ട് അംഗീകരിക്കാത്ത സത്യനിഷേധിയുടെ അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് കാണിച്ചു തന്നുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ള സത്യത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ള, സത്യം ഉൾക്കൊള്ളാത്ത സത്യനിഷേധിയുടെ ഖബറിന് 99 സർപ്പങ്ങൾ ഉണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? ആ 99 മെമ്പറാണ് ഞാനൊന്ന് കരുതിയാൽ പോരെ. ഞാൻ പുറത്തുള്ളതല്ല, ഞാനൊട്ട് ഇറങ്ങുകയില്ല, എന്നെ
എല്ലാരും കൊല്ലാനും നിങ്ങൾക്ക് കഴിയില്ല. വേണമെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്ത് മറവ് ചെയ്തോ. 3 വിഭാഗം ആളുകളെ കൂടെ കിടക്കാൻ, അവരെ കഴുത്ത് പിടിച്ച് ഞെരുക്കാൻ, അവരെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ട് സ്വഹബ. മറന്നുകൊണ്ട അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിസ്കാരത്തിന് വിളിക്കപ്പെടുമ്പോൾ ആ വിളി കേൾക്കുമ്പോ അത് വിളിക്കുന്നത് ക്രിസ്ത്യാനികളെയല്ല, അമുസ്ലിമീങ്ങളെയല്ല, പള്ളികളിൽ നിന്ന് വിളിക്കപ്പെടുന്നത് പടച്ച റബ്ബിന്റെ വിളിയാ, മുസ്ലിമീങ്ങളെയാ, നിസ്കാരത്തിനാ. ആ വിളി കേൾക്കുന്ന സമയത്ത് അവഗണിച്ചിട്ട് ആ വിളിക്ക് ഉത്തരം ചെയ്തിട്ട് പള്ളിയിൽ വരാത്ത മുസ്ലിമിന്റെ പടച്ചറബിന് സുജൂദ് ചെയ്യാൻ ഓക്സിജൻ നൽകിയിട്ടുള്ള കൽബ് മിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കിഡ്നിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പരിവരുത്ത ശരീരം തന്നിട്ടുള്ള, കണ്ണിൽ കണ്ണുനീർ പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വായിൽ നീര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ നിസ്കരിക്കാൻ വരാത്ത, സുജൂദ് ചെയ്യാൻ കഴിയാത്ത അവന്റെ കൂടെ കിടക്കാൻ, അവന്റെ കഴുത്ത് പിടിച്ചു ഞെരുക്കാൻ, അവന്റെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകും സ്വഹാബ. വേണമെങ്കിൽ മയ്യത്ത് മറവ് ചെയ്തോ. രണ്ടാമത് മുസ്ലിമീങ്ങളെ നിങ്ങൾക്കറിയുമോ, അതേ നിർബന്ധമായ ദാനങ്ങൾ കൊടുത്തു വീട്ടാത്ത, പണം സക്കാത്ത് കൊടുക്കാത്ത, സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്ന, പണം സൂക്ഷിച്ചു വെക്കുന്ന, കൃത്യമായി സക്കാത്ത് കൊടുക്കാതെ സമ്പത്ത് സൂക്ഷിക്കുന്ന മുതലാളിമാരില്ലേ, അവരെ കൂടെ കിടക്കാൻ, അവരെ കഴുത്ത് വരിഞ്ഞു മുറുക്കാൻ, അവരെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകും സ്വഹബ. അവസാനം മുസ്ലിമീങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള, റബ്ബിനെ കുറിച്ച് ചിന്തയുള്ള, റബ്ബിനെ കുറിച്ച് വിവരമുള്ള, റബ്ബിന്റെ ശിക്ഷകളെ കുറിച്ച് വിവരമുള്ള, ആഖിറത്തെ പറ്റി ബോധമുള്ള, ഖബറിനെ കുറിച്ച് ചിന്തയുള്ള, മലക്കുകളെ കുറിച്ച് വിവരമുള്ള, അമ്പിയാക്കളെ പറ്റി വിവരമുള്ള, ബോധമുള്ള പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ഖുർആനെ തോതിയിട്ട് വഅദ് പറയുമ്പോ, റബ്ബിനെ പറ്റി പറയുമ്പോ, ആഖിറത്തെ പറ്റി പറയുമ്പോ, സ്വർഗ്ഗത്തെ പറ്റി പറയുമ്പോ, ഖബറിനെ പറ്റി പറയുമ്പോ ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല, വഅദ് കേൾക്കേണ്ടതില്ല, ചരിത്രങ്ങൾ അറിയേണ്ടതില്ല, തങ്ങൾ എന്തു പറഞ്ഞു എന്നറിയേണ്ടതില്ല, ധിക്കാരത്തോടുകൂടി ഞങ്ങൾക്കത് കേൾക്കേണ്ടതില്ല. ഈ നിലപാടിൽ അവഗണിക്കുന്ന മുസ്ലിമിന്റെ കൂടെ കിടക്കാൻ, അവന്റെ കഴുത്ത് വിരിഞ്ഞു മുറുക്കാൻ, അവന്റെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകും സ്വഹബ. വേണമെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്ത് മറവ് ചെയ്തോ. ആയിരക്കണക്കിന് സ്വഹാബത്ത്